നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദാഹായ് വാണി. സ്നേഹം അമൂല്യമാണ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ എന്റെ വിദ്യാർത്ഥിനി സൗമ്യയുടെ മാർക്കുകൾ കുറഞ്ഞതിന്റെ കഥ നിങ്ങൾ മനസ്സിലാക്കി. ഇന്ന് എന്റെ മനഃശാസ്ത്രപരമായ വൈദഗ്ധ്യവും രാഗിണി മേഡമിൽ നിന്ന് എനിക്ക് ലഭിച്ച പ്രചോദനവും സൗമ്യയുടെ നിശബ്ദമായ വേദന മനസ്സിലാക്കാൻ എന്നെ സഹായിക്കുന്നു. നിങ്ങൾ 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഭയാനകമായ കഥ കേൾക്കാൻ പോകുന്നു. സ്കൂൾ ബസ് നഷ്ടപ്പെട്ടതിലൂടെ അവൾ എങ്ങനെ മെട്രോയിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ആ യുവാവ് എല്ലാ ദിവസവും സ്കൂളിനടുത്തുനിന്ന് അവളെ പിന്തുടരുന്നു. സമൂഹവും കുടുംബവും തന്റെ കഥയെ പരിഹാസമാക്കുമോ എന്ന് സൗമ്യ ഭയപ്പെടുന്നു. അവളുടെ കൂട്ടുകാരിയും അധ്യാപികയുമായി മാറിക്കൊണ്ട് അവളുടെ മനസ്സിൽ നിന്ന് ഈ വൈറസിനെ നീക്കം ചെയ്യാൻ എനിക്ക് ഒരു കുറ്റമറ്റ പദ്ധതി ആവിഷ്കരിക്കാൻ കഴിയുമോ? ഇതിനിടയിൽ എന്റെ ഭൂതകാലത്തിലെ ഒരു വലിയ ത്യാഗത്തിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കും. എന്റെ കഴിവ് തെളിയിച്ചിട്ടും എന്റെ സ്വപ്നമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ നെറ്റ് എഞ്ചിനീയറിംഗ് ഉപേക്ഷിക്കാൻ എന്റെ അച്ഛൻ എന്നെ നിർബന്ധിച്ചത് എന്തുകൊണ്ട്? പ്രശ്നമാകാതെ പരിഹാരമായി മാറാൻ ഞാൻ തീരുമാനിച്ച നിമിഷം അതായിരുന്നു. നിശബ്ദ വേദനയുടെയും ത്യാഗത്തിന്റെയും ഗണിതം പരിഹരിക്കുക. പ്രേം അൻമോൾ ഹോദാഹായ് വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 3. നിശബ്ദ വേദനയുടെയും ത്യാഗത്തിന്റെയും ഗണിതം. രാഗിണി മേഡം എന്റെ ദുർബലമായ വൈകാരിക അവസ്ഥയിൽ എനിക്ക് അഭയം നൽകിയതുപോലെ സൗമ്യയും നിലവിൽ സമാനമായ ബുദ്ധിമുട്ടാണ് നേരിടുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ചിന്തയോടെ ഞാനും രാഗിണി മേഡമിനെപ്പോലെ സൗമ്യയെ അവളുടെ വിഷമങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. സൗമ്യ, എന്താണ് പ്രശ്നം? 10ാം ക്ലാസ്സിലെ കണക്ക് നിനക്ക് ബുദ്ധിമുട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് പ്രത്യേകം ട്യൂഷൻ നൽകാം. ഞാനിത് പറഞ്ഞപ്പോൾ എന്റെ ശബ്ദം മൃദുവായി. ഇല്ല മേഡം, കണക്ക് ഒരിക്കലും എനിക്ക് ബുദ്ധിമുട്ടുള്ള വിഷയമായി തോന്നിയിട്ടില്ല. സത്യത്തിൽ ഇത്തവണ എനിക്ക് തന്നെ എന്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല, സൗമ്യ വിശദീകരിച്ചു. വീട്ടിലോ കുടുംബത്തിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ അവളെ വാത്സല്യത്തോടെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. സൗമ്യ കൺപോളകൾ താഴ്ത്തി. അവളുടെ മുഖത്ത് മടി പ്രകടമായി. കുറച്ചുനേരം മൗനമായിരുന്ന ശേഷം അവൾ 2 വാക്കുകൾ മാത്രം പറഞ്ഞു. ഇല്ല മേഡം, എനിക്ക് മനഃശാസ്ത്രം അറിയാം. അവളുടെ ശരീരഭാഷയിൽ നിന്ന് അവളുടെ പ്രശ്നം തീർച്ചയായും സമൂഹത്തിൽ പെൺകുട്ടികളുടെ ഭാഗം കേൾക്കപ്പെടാത്തതോ മനസ്സിലാക്കപ്പെടാത്തതോ ആയ ഒന്നായിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കി. അവളുടെ പ്രശ്നം എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് നേരിട്ട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അപ്പോൾ എന്താണ് കാര്യം? നീ എപ്പോഴും 100% മാർക്ക് വാങ്ങുന്നവളാണ്. ഇത്തവണ കുറഞ്ഞ മാർക്ക് വരുമോ എന്ന് നീ വിഷമിക്കുന്നുണ്ടോ? എന്റെ ശബ്ദത്തിൽ കൂടുതൽ മധുരം ചേർത്ത് ഞാൻ ചോദിച്ചു. എന്റെ വാത്സല്യത്തോടെയുള്ള പെരുമാറ്റം അവളുടെ മടി മാറ്റാൻ തുടങ്ങി. മേഡം, ഞാൻ ഇക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. പെൺകുട്ടികൾ എന്നെ കളിയാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞാൽ അത് അച്ഛന്റെ അടുത്തെത്തുമോ എന്നും എനിക്ക് പേടിയുണ്ട്. ഇത്തവണ അവൾ കൂടുതൽ വ്യക്തമായ സൂചന നൽകി. സൗമ്യയുടെ മനസ്സിന്റെ വലിയൊരു ഭാഗം കൈവശപ്പെടുത്തിയ കാരണം എന്താണ്? അതുകൊണ്ടാണ് പഠനത്തിന് കുറഞ്ഞ സ്ഥലം ലഭിക്കുന്നത്. പ്രശ്നത്തിന്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കി. അവളുടെ മടി സ്വാഭാവികമായി ഇല്ലാതാകാൻ ഞാൻ അവൾക്ക് കുറച്ചു സമയം ഏകാന്തമായും ക്ഷമയോടെയും നൽകാൻ തീരുമാനിച്ചു. സൗമ്യ, 5 മിനിറ്റ് കാത്തിരിക്കൂ. എനിക്ക് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും തോന്നുന്നു. ഞാൻ കുറച്ച് ലഘുഭക്ഷണങ്ങൾ കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ കൂട്ടുകാരാകുകയും കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നതിനിടയിൽ എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം, ഞാൻ അവളുടെ വിശ്വസ്തയായി പറഞ്ഞു. ഞാൻ അടുക്കളയിലെത്തി. മുൻകൂട്ടി തയ്യാറാക്കിയ പൈനാപ്പിൾ പൾപ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതിന്റെ ജ്യൂസ് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ 2 ഗ്ലാസ് ജ്യൂസും ഒരു പ്ലേറ്റ് ഉപ്പുരസമുള്ള ലഘുഭക്ഷണങ്ങളുമായി ട്രേയിൽ തിരികെ വന്നു. സെന്റർ ടേബിളിൽ ട്രേ വെച്ച് അതിൽ നിന്ന് ഒരു ഗ്ലാസ് സൗമ്യക്ക് നൽകി. അതിനുശേഷം ഞാൻ സോഫയിൽ ഇരുന്നു എന്റെ ഗ്ലാസ് എടുത്തു. ഞാൻ ജ്യൂസ് കുടിക്കുന്നത് കണ്ട് സൗമ്യയും 2 കവിൾ കുടിച്ചു. എന്നെപ്പോലെ അവളും പ്ലേറ്റിൽ നിന്ന് ലഘുഭക്ഷണം സാവധാനം ചവക്കാൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കി, ഇപ്പോൾ സൗമ്യ കൂടുതൽ വ്യക്തമായി വിശദീകരിക്കാൻ തയ്യാറാണ്. സൗമ്യ, എന്തെങ്കിലും നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ, അത് നമുക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പരസ്യമാക്കാത്ത ആ കൂട്ടുകാരിയോട് തീർച്ചയായും പറയണം. നിന്റെ അധ്യാപിക എന്നതിലുപരി നിന്റെ കാര്യം സ്വകാര്യമായി സൂക്ഷിക്കാൻ കഴിയുന്ന ആ കൂട്ടുകാരിയായി ഞാനും മാറാം. നീ മടിക്കാതെ നിന്റെ പ്രശ്നം എന്നോട് പറയാം. എന്റെ ശബ്ദത്തിൽ മധുരം കലർത്തി ഞാൻ വിശദീകരിച്ചു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ സൗമ്യ അവളുടെ മടി മാറ്റിവെച്ചു. മേഡം, ഇത് ഏകദേശം 1.5 മാസം മുമ്പ് സംഭവിച്ചതാണ്. ഒരു ദിവസം രാവിലെ എനിക്ക് സ്കൂൾ ബസ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ വരാൻ മെട്രോയിൽ കയറി. അവിടെ വളരെ തിരക്കായിരുന്നു. ഞാൻ നിന്നു. ഒരു യുവാവ് ഇതിനെ തനിക്ക് ഒരു അവസരമായി എടുത്തു, അവൾ എന്നോട് പറയാൻ തുടങ്ങി. ഒരു നിമിഷം നിർത്തി അവൾ കൂടുതൽ വിശദീകരിച്ചു. തിരക്കിന്റെ പേര് പറഞ്ഞ് അവൻ പിന്നിൽ നിന്ന് എന്നോട് ഒട്ടിച്ചേർന്നു. ഒരു കൈ എന്റെ നെഞ്ചിനടുത്തേക്ക്. സൗമ്യ നിർത്തി. കൈ നെഞ്ചത്ത് വെച്ച് കാണിച്ചു. തുടർന്നു,
ഇങ്ങനെ കൊണ്ടുവന്ന് എന്നെ ഞെക്കി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോൾ ഞാൻ അവന്റെ കൈത്തണ്ടിയിൽ കടിച്ചു. ഇതുകൊണ്ട് അവൻ കൈയെടുത്ത് പിന്നോട്ടു പോയി നിന്നു. ഞാൻ തിരിഞ്ഞ് ദേഷ്യത്തോടെ അവനെ നോക്കി. നാണമില്ലാത്തവനെപ്പോലെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൻ ചിരിക്കുകയായിരുന്നു. അവൾ മടിയോടെ കഥ അവസാനിപ്പിച്ചു. ഓഹ്, അത് വളരെ മോശം. ഈ ദിവസങ്ങളിൽ മെട്രോ ബസ്സിൽ ക്യാമറകളുണ്ട്. എന്നിട്ടും ഇതൊക്കെ നടക്കുന്നുണ്ടോ? ഞാൻ സഹതാപം കൊണ്ട് നിറഞ്ഞു. മേഡം, ആ സമയത്ത് ചില പുരുഷന്മാരും സ്ത്രീകളും എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് കണ്ടിരുന്നു. ഞാൻ ദിവസവും മെട്രോയിൽ യാത്ര ചെയ്യുന്നില്ല. അവർ തന്നെ അത് അവഗണിക്കുമ്പോൾ ക്യാമറകൾ എന്തു ചെയ്യും എന്ന് ചിന്തിച്ച് ആ സംഭവം മറക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഒരു സാധാരണ പെൺകുട്ടിയുടെ നിസ്സഹായ അവളുടെ ശബ്ദത്തിൽ പ്രതിഫലിച്ചു. അവൾ നിശബ്ദയായി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കായി നിശ്ചയിച്ച ഹെൽപ്പ് ലൈൻ നമ്പർ സൗകര്യങ്ങൾ സൗമ്യ ഉപയോഗിച്ചിരുന്നെങ്കിൽ അവൾക്ക് ശരിയായ സഹായം ലഭിക്കുമായിരുന്നുവെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ പഠനത്തിൽ മാത്രം പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ 15 വയസ്സുകാരിക്ക് അത്രയും ധൈര്യം സംഭരിക്കാൻ കഴിഞ്ഞിരിക്കില്ലെന്ന് ഞാൻ കരുതി. സൗമ്യ, ഇതിനുശേഷവും എന്തെങ്കിലും സംഭവിച്ചോ? ഞാൻ ചോദിക്കുമ്പോൾ എന്റെ ശബ്ദം താഴ്ന്നിരുന്നു. മേഡം, ഞാൻ അന്ന് സ്കൂളിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നത് ആ യുവാവ് കണ്ടു. പിന്നീട് അവൻ എന്റെ യൂണിഫോമിൽ നിന്ന് സ്കൂളിന്റെ വിലാസം കണ്ടുപിടിച്ചതാകാം. അന്നു മുതൽ ഞാൻ വരുന്നതോ പോകുന്നതോ ആയ സമയങ്ങളിൽ അവൻ പലപ്പോഴും സ്കൂൾ ഗേറ്റിനടുത്ത് നിൽക്കുന്നത് കാണാറുണ്ട്. ഒരു ദിവസം ഞങ്ങളുടെ സ്കൂൾ ബസ് ജംഗ്ഷനിലെ ട്രാഫിക് ലൈറ്റിൽ നിർത്തിയപ്പോൾ അവൻ ബൈക്കിൽ ബസ്സിനടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്റെ കണ്ണുകൾ ആകസ്മികമായി അവന്റെ കണ്ണുകളുമായി കൂട്ടിമുട്ടിയപ്പോൾ അവൻ മൊബൈൽ കാണിച്ച് എന്റെ മൊബൈൽ നമ്പർ ചോദിക്കാൻ ആംഗ്യം കാണിച്ചു. ഞാൻ മുഖം തിരിച്ചു. ഈ പ്രശ്നം എപ്പോഴും എന്റെ മനസ്സിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് പഠനത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തത്. അവൾ വിറയലോടെ മുഴുവൻ കഥയും പറഞ്ഞു തീർത്തു. സൗമ്യയുടെ വാക്കുകളിൽ നിന്ന് അവളുടെ തലച്ചോറിന്റെ ശേഷിയുടെ ഭൂരിഭാഗവും ഈ വൈറസ്, യുവാവിന്റെ ഭയം ഉപയോഗിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവളുടെ സമയവും കഴിവും പാഴാകുന്നത്. സൗമ്യ എന്റെ വീട്ടിൽ നിന്ന് പോകുന്നതിനു മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. 10 വർഷം മുമ്പ് അനന്തതയിലേക്ക് മറഞ്ഞുപോയ എന്റെ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് ഞാൻ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമായി മാറണമെന്നാണ്. ഞാൻ 12ാം ക്ലാസ് പരീക്ഷയിൽ നല്ല മാർക്കോടെ വിജയിക്കുക മാത്രമല്ല, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ, മെയിൻ പ്രവേശന പരീക്ഷയിലും നല്ല റാങ്ക് നേടി. തുടക്കത്തിൽ അച്ഛൻ ഇതിന് എന്നെ അനുവദിച്ചിരുന്നു. പക്ഷേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നെറ്റ് ട്രിച്ചിയിൽ എന്റെ പ്രവേശനത്തിന്റെ ചോദ്യം വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോളെ, നിന്നെ എനിക്ക് പുറത്തു പഠിക്കാൻ അയക്കാൻ കഴിയില്ല. പക്ഷേ എന്തുകൊണ്ട് അച്ഛാ? ആ പ്രവേശന പരീക്ഷ എഴുതാൻ എന്നെ അനുവദിച്ചത് നിങ്ങളല്ലേ? ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞു. വാണി, ഞാനിത് മുമ്പ് ഗൗരവമായി ചിന്തിച്ചിരുന്നില്ല. നീയും പുറത്തു പോയാൽ എന്റെ ഭക്ഷണ ക്രമീകരണങ്ങൾ എങ്ങനെ നടക്കും? അച്ഛൻ എന്നിലുള്ള ആശ്രിതത്വം പ്രകടിപ്പിച്ചു. അച്ഛന്റെ ഈ വാദം വസ്തുതാപരമായി തെറ്റാണെന്ന് എനിക്ക് തോന്നി. അമ്മയ്ക്ക് ശേഷം അദ്ദേഹം തന്നെ പാചകം ചെയ്യാൻ പഠിച്ചിരുന്നു, പാചകം ചെയ്യാനും തുടങ്ങിയിരുന്നു. അച്ഛാ, എന്റെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ചിന്തിക്കാത്തത്? ഞാൻ എതിർത്ത് ചോദിച്ചു. മോളെ, സത്യം പറഞ്ഞാൽ പുറത്തു പഠിക്കുന്ന 2 മക്കളുടെ ചെലവ് വഹിക്കാൻ എനിക്ക് കഴിയില്ല. മായങ്കിന്റെ എഞ്ചിനീയറിംഗ് പഠനത്തിന് എത്ര പണം ചെലവഴിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ അച്ഛൻ മറ്റൊരു കാര്യം പറഞ്ഞു. ഞാൻ ആലോചിച്ച് നിശബ്ദയായി. കൂടുതൽ പ്രായത്തിൽ അമ്മ ഗർഭിണിയാകാൻ കാരണക്കാരൻ ഈ അച്ഛനാണ്. ഇത് ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചു. അമ്മയ്ക്ക് അകാലത്തിൽ ഈ ലോകം വിട്ടുപോകേണ്ടി വന്നു. ഞങ്ങൾ 2 പേരെ കൂടാതെ ഒരു 3ാമത്തെ കുട്ടിയും സുരക്ഷിതമായി ജനിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ചെലവുകൾ അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു? ഞാൻ ഒരു പ്രധാന കാര്യത്തിനും നിർബന്ധിച്ചില്ല. ഞാൻ യോഗ്യത തെളിയിച്ച എന്റെ നല്ല വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള ഉറപ്പ് മാത്രമാണ് അച്ഛനിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അച്ഛന് തന്റെ കഴിവില്ലായ്മ കാരണം മുമ്പ് അമ്മയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അതേ അടിസ്ഥാനത്തിൽ എന്റെ ഉന്നത വിദ്യാഭ്യാസ മോഹം ഉപേക്ഷിക്കേണ്ട അവസരം വന്നിരിക്കുന്നു. എന്റെ യുക്തിപരമായ മനസ്സിൽ ഒരു ചിന്ത വരുന്നു. കുട്ടികൾ അവരുടെ മാതാപിതാക്കൾക്ക് ഭാരമാണെങ്കിൽ അവർ എന്തിനാണ് അവരെ ജനിപ്പിക്കുന്നത്? ഞാൻ ഇപ്പോഴും മുതിർന്നവളായിട്ടില്ല. എനിക്ക് അനുഭവപരിചയം കുറവാണ്. ഗണിതം എന്റെ പ്രിയപ്പെട്ട വിഷയമാണ്. ഞാൻ ഓരോ കാര്യത്തെയും സംഭവത്തെയും എന്റെ ഗണിതപരമായ വീക്ഷണകോണിലൂടെയാണ് നോക്കുന്നത്. മനുഷ്യജീവിതം പ്രാഥമിക ഗണിതത്തെപ്പോലെ ലളിതമല്ല എന്നെനിക്കറിയില്ല. ജീവിതവും അതിലെ വിഷയങ്ങളും അത്യധികം സങ്കീർണമാണ്. അച്ഛന് ഒരു പ്രശ്നമായി മാറുകയോ അതോ പരിഹാരമായി മാറുകയോ ചെയ്യുക എന്ന ഓപ്ഷനുകളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്ന ആദ്യ സന്ദർഭമാണിത്. ഒരു നല്ല എഞ്ചിനീയറാകാനുള്ള എന്റെ സ്വപ്നം ത്യജിച്ച് ഞാൻ അച്ഛന്റെ കൂടെ നിന്ന് എന്റെ സ്വന്തം നഗരത്തിലെ കോളേജിൽ പ്രവേശനം നേടി. ജെമിനിയുടെ വിമർശനവും ക്രിയേറ്റീവ് മാർഗനിർദ്ദേശവും
പ്രിയ ശ്രോതാക്കളെ, ഇത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണിയുടെ എപ്പിസോഡ് 3 സമാപനമാണ്. ഈ എപ്പിസോഡ് വാണിയുടെ ആന്തരിക ധാർമ്മിക കോഡിനും ഇന്റേണൽ മോറൽ കോഡ്, അവളുടെ പ്രായോഗിക പോരാട്ടങ്ങൾക്കുമിടയിലെ വിടവ് വെളിപ്പെടുത്തുന്നു. എപ്പിസോഡ് 3 ശക്തിയും പ്രമേയവും. നിലവിലെ ആഖ്യാനം സൗമ്യ. യാഥാർത്ഥ്യമായ പ്രശ്നം. വിദ്യാർത്ഥിനിയായ സൗമ്യ മെട്രോയിൽ നേരിട്ട അതിക്രമ സംഭവവും തുടർന്നുണ്ടായ പിന്തുടരലും ഇന്നത്തെ സമൂഹത്തിന്റെ കൈപ്പേറിയ യാഥാർത്ഥ്യമാണ്. ഇത് ശ്രോതാക്കളുമായി പെട്ടെന്ന് ബന്ധം സ്ഥാപിക്കുന്നു. വാണിയുടെ പരിഹാരം. വാണിയുടെ മനഃശാസ്ത്രപരമായ സമീപനം, കൂട്ടുകാരിയെപ്പോലെ സംസാരിക്കുന്നത്, ജ്യൂസും നങ്കീൻ തന്ത്രവും അവൾക്ക് മുൻപ് രാഗിണി മേഡമിൽ നിന്ന് ലഭിച്ച പ്രചോദനം പ്രാവർത്തികമാക്കി എന്ന് തെളിയിക്കുന്നു. ഇത് അധ്യാപിക എന്ന നിലയിലും മാതൃക എന്ന നിലയിലും വാണിയുടെ പ്രതിച്ഛായയെ ശക്തിപ്പെടുത്തുന്നു. ഭൂതകാലത്തിലെ ആഖ്യാനം. അച്ഛനും വിദ്യാഭ്യാസവും. നിർണായക സംഘർഷം. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള നിർട്രിച്ചി വിലക്കും അച്ഛന്റെ വാദമായ എന്റെ ഭക്ഷണക്രമീകരണങ്ങൾ എങ്ങനെ നടക്കും. ഈ സംഘർഷം ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീയുടെ പങ്കിനെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ ഒരു വിമർശനമാണ്. ഗണിതം വേഴ്സസ് ജീവിതത്തിന്റെ സങ്കീർണത. മനുഷ്യജീവിതം പ്രാഥമിക ഗണിതത്തെപ്പോലെ ലളിതമല്ല. ജീവിതവും അതിലെ വിഷയങ്ങളും അത്യധികം സങ്കീർണമാണ് എന്ന വാണിയുടെ കണ്ടെത്തൽ, ഇത് അവളുടെ സ്വഭാവത്തിലെ ദാർശനികമായ പക്വതയെ സൂചിപ്പിക്കുന്നു. വ്യക്തിപരമായ ത്യാഗം. നല്ലൊരു എഞ്ചിനീയറാകാനുള്ള തന്റെ സ്വപ്നം ഉപേക്ഷിച്ച് അച്ഛന്റെ കൂടെ നിൽക്കാനുള്ള തീരുമാനം പരിഹാരമായി മാറുക എന്ന വാണിയുടെ ധാർമ്മിക തത്വത്തിന്റെ ആദ്യത്തെ വലിയ പരീക്ഷണമാണ്. അതിൽ അവൾ വിജയിക്കുന്നു, പക്ഷേ വലിയ വില നൽകേണ്ടിവരുന്നു. വാണിയുടെ ഇപ്പോഴത്തെ അർപ്പണബോധം അവളുടെ ഭൂതകാലത്തിലെ ഒരു വലിയ ത്യാഗത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് ഈ എപ്പിസോഡ് തെളിയിക്കുന്നു. ഓഡിയോ അവതരണത്തിനുള്ള മാർഗനിർദ്ദേശം. വാണിയുടെ ശബ്ദം. സൗമ്യയുമായി സംസാരിക്കുമ്പോൾ ശബ്ദം വളരെ മൃദുവായിരിക്കണം. സൗമ്യവും ലാളിത്യവും നിറഞ്ഞതായിരിക്കണം, നിങ്ങൾ ടെക്സ്റ്റിൽ സൂചിപ്പിച്ചതുപോലെ. അച്ഛനുമായി വാദിക്കുമ്പോൾ ഭൂതകാലം. ശബ്ദം വ്യക്തമായി ദേഷ്യം, എതിർപ്പ്, യുക്തിയുടെ ദൃഢത എന്നിവ പ്രകടിപ്പിക്കണം. വൈകാരിക SSML നിമിഷങ്ങൾ. സൗമ്യയുടെ ആഘാതം. ഉപദ്രവത്തിന്റെ സംഭവം വിവരിക്കുമ്പോൾ സൗമ്യയുടെ ശബ്ദം മടി, പരിഭ്രമം, വേദന എന്നിവയുടെ വികാരം നൽകണം. ഒരു കൈ എന്റെ നെഞ്ചിനടുത്തേക്ക് ഞെക്കി എന്ന വാക്യത്തിൽ വേഗത കുറച്ച് ചെറിയ ഇടവേളകളുണ്ടാകണം. അച്ഛന്റെ വാദം. അച്ഛന്റെ സംഭാഷണങ്ങളിൽ, പ്രത്യേകിച്ച് എന്റെ ഭക്ഷണക്രമീകരണങ്ങൾ എങ്ങനെ നടക്കും, അദ്ദേഹത്തിന്റെ വാദം കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളതും വില്ലന്റെ ഭാവം കുറഞ്ഞതുമായി തോന്നാൻ TTSന് അല്പം അപേക്ഷിക്കുന്നതും നിസ്സഹായവുമായ സ്വരം നൽകണം. സംഗീതം. BGM. നിലവിലെ ആഖ്യാനത്തിൽ ശുഭാപ്തിവിശ്വാസം, ചിന്താപരവുമായ BGM ഉണ്ടായിരിക്കണം. ഭൂതകാലത്തിലെ ആഖ്യാനത്തിൽ പ്രവേശനം തടഞ്ഞ നിമിഷങ്ങളിൽ BGM ഒരു സ്വപ്നം തകർന്നതിന്റെ ചെറിയ വിഷാദത്തിന്റെ മെലങ്കലി വികാരം വഹിക്കണം. എപ്പിസോഡ് 3 സമാപിച്ചു.